പി.കെ. ശശിക്ക് KTDC ചെയർമാൻ സ്ഥാനവും നഷ്ടമാകും. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയതിന് അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. പ്രാഥമിക അംഗത്വം മാത്രമുള്ള പി.കെ. ശശിക്ക് സ്ഥാനത്ത് തുടരാനാകില്ല. കമ്മ്യൂണിസ്റ്റ് ജീവിതശൈലി അല്ല പി.കെ. ശശിയുടേതെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശം. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത് നിഖിൽ പ്രമേശാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. റിപ്പോർട്ടിൽ ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് ഭൂരിഭാഗം പേരും എത്തിയിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതശൈലി അല്ല പി.കെ. ശശി നയിക്കുന്നതെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കി പദവികൾ പോയി. ഇപ്പോൾ കൂടുതൽ പദവികൾ നഷ്ടപ്പെടുമെന്ന വാർത്തയും വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ് സ്മിത കൃഷ്ണ. പി.കെ. ശശിക്ക് ഇനി KTDC ചെയർമാൻ സ്ഥാനം കൂടി നഷ്ടമാകാനുള്ളൂ. അതും നഷ്ടമാകും. കാരണം ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായിട്ടുള്ള പി.കെ. ശശിക്ക് ഇനിയിപ്പോൾ KTDCയുടെ ചെയർമാനായി തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും ഈ പ്രത്യേക കമ്മീഷൻ, ഈ വിഷയം അന്വേഷിക്കാൻ ചേർന്ന കമ്മീഷൻ, പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു പി.കെ. ശശിക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിലുള്ള ജീവിതമായിരുന്നില്ല പി.കെ. ശശിയുടേത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അത് മാത്രമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെയുള്ള ഭൂരിഭാഗം അംഗങ്ങളും ഇദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മൊഴിയെടുത്ത ആളുകളിൽ ഭൂരിഭാഗം പേരും പി.കെ. ശശിയെ തള്ളിപ്പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സാമ്പത്തിക ക്രമക്കേട്, തിരിമറി, സ്വന്തം അക്കൗണ്ടിലേക്ക് 20 ലക്ഷം രൂപ അടക്കം മാറ്റിയ സാഹചര്യം, ഇതിലെല്ലാം വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ മുഴുവൻ ചുമതലകളിൽ നിന്നും നീക്കാൻ ഇതിനോടകം തന്നെ പാർട്ടി തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായത്. ഈ ഭൂരിഭാഗം അംഗങ്ങളും ഇദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 20 ലക്ഷത്തോളം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും ഈ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MP രാജേഷിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി കൂടി ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. അക്കാര്യത്തിലും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ആ തരത്തിൽ പി.കെ. ശശിയെ വരിഞ്ഞു മുറുക്കി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് അദ്ദേഹം സമ്മർദ്ദത്തിലാകുന്നതും മുഴുവൻ പാർട്ടി നിയോഗിച്ച ചുമതലകളിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.